പ്രിയമുള്ള കുട്ടികളെ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഫിസിക്സിന്റെ മൂന്നാമത്തെ ചാപ്റ്ററാണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. അതിലെ അടുത്ത സെക്ഷനാണ് സേഫ്റ്റി മെഷേഴ്സ് ഇൻ ഹൗസ് ഹോൾഡ് ഇലക്ട്രിഫിക്കേഷൻ. കുട്ടികളെല്ലാവരും വീഡിയോ ഫുൾ സ്ക്രീനിൽ കാണാൻ ശ്രദ്ധിക്കുക. ഒപ്പം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കും അടുത്ത് ഉണ്ടാകണം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഈ വാട്ട് മീറ്റർ അതുപോലെ തന്നെ അതുമായി റിലേറ്റ് ചെയ്ത ഇക്വേഷൻ, നമ്മുടെ പ്രോബ്ലംസ് അതൊക്കെ ഡിസ്കസ് ചെയ്തിരുന്നു. ഈ പ്രോബ്ലം ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ. ഇനി നമുക്ക് സേഫ്റ്റി മെഷേഴ്സ് ആണ്. അതിലാദ്യം പറയുന്നത് സേഫ്റ്റി ഫ്യൂസ് ആണ്. സേഫ്റ്റി ഫ്യൂസ് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയാണ്. ഇറ്റ് പ്രൊട്ടക്ട്സ് സർക്യൂട്ട് ആൻഡ് അപ്ലയൻസ് അല്ലേ. അപ്പോൾ സേഫ്റ്റി ഫ്യൂസ് ഉണ്ടാക്കാനുള്ള മെറ്റൽ അലോയ് ഏതാണ്? ടിൻ ആൻഡ് ലെഡ് ആണ്. ഓർക്കുന്നുണ്ടോ അതൊക്കെ? ഓക്കെ, നമുക്ക് ടെക്സ്റ്റ് ബുക്ക് എടുത്ത് നിങ്ങൾ ഈ പൂരിപ്പിക്കാനൊക്കെ എഴുതണം കേട്ടോ. എല്ലാ കുട്ടികളും പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കുക. നിങ്ങൾ ടീച്ചേഴ്സ് പറയുന്നത് കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ വിക്ടേഴ്സ് ക്ലാസ് ചാനലിൽ വരുന്ന ക്ലാസ്സുകൾ കാണുക. അപ്പോൾ ഈ വീഡിയോയിൽ പാഠപുസ്തകം വിശകലനം ചെയ്യുമ്പോൾ അത് പൂരിപ്പിക്കുക, ടെക്സ്റ്റ് ബുക്ക് വായിക്കുക. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. വിച്ച് ആർ ദ സർക്കംസ്റ്റൻസ് ദാറ്റ് ലീഡ് ടു ദ ഫ്ലോ ഓഫ് എക്സസ് കറന്റ് ഇൻ ദ ഹൗസ് ഹോൾഡ് സർക്യൂട്ട്? ഓവർലോഡിംഗ് ഓർ ഷോർട്ട് സർക്യൂട്ട്. ഓവർലോഡിങ്ങും ഷോർട്ട് സർക്യൂട്ടിനുമാണ് സാധാരണയായി എക്സസ് കറണ്ട് വരുന്നത്. പിന്നെ ലൈറ്റനിങ്ങിന്റെ സമയത്തും വരാറുണ്ട് കേട്ടോ. ഓക്കെ, വാട്ട് ഹാപ്പൻസ് ടു ദ സർക്യൂട്ട് വെൻ ദർ ഈസ് ആൻ എക്സസ് കറണ്ട് ഇൻ എ സർക്യൂട്ട്? ഇപ്പം എക്സസ് കറണ്ട് സർക്യൂട്ടിൽ വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? മോർ ഹീറ്റ് ജനറേറ്റഡ് അല്ലെ. സോ അപ്ലയൻസ് ആൻഡ് സർക്യൂട്ട് വിൽ ഗെറ്റ് ഡാമേജ്. അപ്പൊ മോർ ഹീറ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അപ്ലയൻസ് അതുപോലെ സർക്യൂട്ടും ഡാമേജ് ആവും എക്സസ് കറണ്ട് വന്നെങ്കിൽ. അതേസമയം ഫ്യൂസ് വയർ ഉണ്ടെങ്കിൽ ഇത് സംഭവിക്കില്ല. ഫ്യൂസ് വയർ ഉണ്ടെങ്കിൽ എന്താ സംഭവിക്കുക നോക്കുക. ഹൗ ഡസ് എ സേഫ്റ്റി ഫ്യൂസ് പ്രൊട്ടക്ട് എ സർക്യൂട്ട്? ദ ഫ്യൂസ് വയർ മെൽറ്റ് ആൻഡ് ബ്രേക്ക്, സോ ദ ഫ്ലോ ഓഫ് കറന്റ് സ്റ്റോപ്സ്, ദസ് ദ സർക്യൂട്ട് ആൻഡ് ദ അപ്ലയൻസ് ആർ പ്രൊട്ടക്റ്റഡ്. ഓക്കെ, ഫ്യൂസ് വയർ ഉരുകി പൊട്ടിപ്പോകുന്നതുകൊണ്ട് നമ്മളെയും നമ്മുടെ ഉപകരണങ്ങളെയും അതുപോലെ തന്നെ സർക്യൂട്ടിനെയും പ്രൊട്ടക്ട് ചെയ്യുന്നു. ഓക്കെ, എ സർക്യൂട്ട് ക്യാൻ ബി ബ്രോട്ട് ബാക്ക് ഒറിജിനൽ സ്റ്റേറ്റ് ബൈ യൂസിങ് ഫ്യൂസ് വയർ സ്യൂട്ടബിൾ ആംപിയറേജ്. ഇപ്പൊ സ്യൂട്ടബിൾ ആംപിയറേജ് ഉള്ള ഫ്യൂസ് വയർ വെച്ച് നമുക്ക് അതിനെ വീണ്ടും കട്ടി ഫ്യൂസ് അതില് നമ്മൾ ഫ്യൂസ് കുത്താം അല്ലെ. ഓക്കെ, അപ്പൊ ഈ ഫ്യൂസ് ഘടിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ അപ്പൊ എങ്ങനെയുള്ള ഒരു പ്രശ്നം, സാങ്കേതിക പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ നമ്മൾ MCB ഉപയോഗിക്കുന്നത്. MCBയുടെ ഫുൾ ഫോം നോക്കണേ. മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ അല്ലെ. മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ എന്നാണ് MCBയുടെ ഫുൾ ഫോം. MCB is a device that is used in the place of fuse wire branch circuit. അപ്പൊ ബ്രാഞ്ച് സർക്യൂട്ട് ഉള്ള ഫ്യൂസുകൾക്ക് പകരമായിട്ട് ഉപയോഗിക്കുന്നതാണ് ഏത്? ഈ MCB കേട്ടോ. MCBയുടെ പ്രധാനപ്പെട്ട ഒരു മേന്മയാണ് MCB ഓട്ടോമാറ്റിക്കലി ബ്രേക്ക് ദ സർക്യൂട്ട് whenever there is an excess flow of current due to the short circuit or overloading. MCB തനി ഓഫ് ആയിക്കോളും. ഇപ്പൊ നിങ്ങൾ ഓവർലോഡിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം എന്താണ്? ഒന്നിൽ കൂടുതൽ ഉപകരണങ്ങൾ ഒരേ സമയത്ത് പ്രവർത്തിപ്പിച്ചു കഴിഞ്ഞാൽ ചിലപ്പം സർക്യൂട്ടിൽ ഓവർലോഡിങ് വരും. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് ഫ്യൂസ് വയർ മെൽറ്റ് ചെയ്ത് ബ്രേക്ക് പോകും. അതേസമയം MCB ആണെങ്കിൽ അത് സ്വിച്ച് ഓഫ് ആയി പോവാണ് ചെയ്യുന്നത്. ഇതാണ് MCBയുടെ ചിത്രം കണ്ടോ. ഇതാണ് MCBയുടെ ചിത്രം. ഇപ്പൊ ഓവർലോഡിങ്ങിന്റെ അല്ലെ ഷോർട്ട് സർക്യൂട്ടിന്റെ സമയത്ത് ഇത് കണ്ടോ, ഇത് താഴോട്ട് ഇങ്ങനെ ആകും. ഓക്കെ, ഏത് ഉപകരണമാണ് ഇതിന് പ്രശ്നം ഉണ്ടാക്കുന്നത് നമുക്ക് റെക്ടിഫൈ ചെയ്തതിന് ശേഷം ഈ MCB എന്ത് ചെയ്യാം? ഓൺ ആക്കാം. അല്ലെങ്കിൽ നമ്മൾ ഓൺ ആക്കി കഴിഞ്ഞാൽ ഓഫ് ആയിക്കൊണ്ടേയിരിക്കും കേട്ടോ. റെക്ടിഫൈ ചെയ്യണം. അത് നമ്മൾ കണ്ടെത്തണം. ഏത് ഉപകരണത്തിനാണോ അതിന് ഡിഫക്റ്റ് ഉള്ളത് കണ്ടെത്തണം. MCB ഫ്യൂസ് വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീറ്റിംഗ് എഫക്ട് മാത്രമായിരുന്നു അല്ലെ. എന്നാൽ MCB എന്താണ്? ഹീറ്റിംഗ് ആൻഡ് മാഗ്നറ്റിക് എഫക്ട് ഓഫ് ഇലക്ട്രിസിറ്റി ആണ്. പഠിക്കണം കേട്ടോ. MCB വർക്ക്സ് മേക്കിംഗ് യൂസ് ഓഫ് ഹീറ്റിംഗ് ആൻഡ് മാഗ്നറ്റിക് എഫക്ട്സ് ഓഫ് ഇലക്ട്രിസിറ്റി. ELCB ഹെൽപ്സ് ടു ബ്രേക്ക് ദ സർക്യൂട്ട് ഓട്ടോമാറ്റിക്കലി. ഇനി അടുത്ത് നമ്മൾ ELCB യെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത് കേട്ടോ. ഇതാ ELCBയുടെ ചിത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഈ നമ്മൾ പുതുതായിട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ ELCBക്ക് പകരം RCCB ആണ് ഉപയോഗിക്കുന്നത് കേട്ടോ. ഓക്കെ, എന്താണ് ELCB? എർത്ത് ലീക്കേജ് സർക്യൂട്ട് ബ്രേക്കർ. ഇതാണ് ഇതിന്റെ യൂസ്. നോക്കുക,
ELCB helps to break circuit automatically whenever there is a current leak due to the insulation failure. ഇൻസുലേഷൻ നിങ്ങൾക്ക് അറിയാം, നമ്മുടെ ചെമ്പ് കമ്പിയുടെ പുറത്തൂടെയുള്ള പ്ലാസ്റ്റിക് കോട്ടിംഗ് ആണ് ഇൻസുലേഷൻ. അതിന്റെ കളറിലാണ് നമ്മൾ ആ വയറിന് ഇന്ന കളറാണെന്ന് പറയുന്നത് അല്ലെ. ഇപ്പൊ പച്ച, എർത്തിന് പച്ചയാണ് കോട്ടിംഗിൽ, അവിടെ ശരിക്കും പറഞ്ഞാൽ പച്ച നിറത്തിലുള്ള പ്ലാസ്റ്റിക് ആണ്. അതുപോലെ ലൈവ് ഫേസിന് റെഡ് കളർ ആണെങ്കിൽ അത് നമ്മൾ റെഡ് കളറുള്ള ഇൻസുലേഷൻ ആണ്. ഓക്കെ, അപ്പൊ എങ്ങനെ ഈ ഇൻസുലേഷൻ തകരാർ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു? ELCB ബ്രേക്ക് ദ സർക്യൂട്ട് ഓട്ടോമാറ്റിക്കലി. അങ്ങനെ നമുക്ക് അതൊരു പ്രൊട്ടക്ഷൻ ആണ് അല്ലെ. ഹെൻസ് a person touching the electric circuit or a device does not get an electric shock. കണ്ടോ ELCB കൊണ്ടുള്ള മേന്മ. Nowadays RCCB which ensure more safety than ELCB. Nowadays RCCB, അപ്പൊ ഇത് പഠിക്കണം, ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കും. ഇപ്പൊ ELCBക്ക് പകരമായി കൂടുതൽ ഉപയോഗിക്കുന്ന ഏതാണ്? RCCB ആണ് കേട്ടോ. ELCBക്ക് പകരമായിട്ട് ഉപയോഗിക്കുന്ന ഏതാണ്? RCCB. ഓർക്കുക, ഇതൊന്ന് റിപ്പീറ്റ് ചെയ്ത് വായിക്കുക, ഇതൊന്നും ബൈഹാർട്ട് ചെയ്യരുത് കേട്ടോ. എന്താണ് ELCB നിങ്ങൾ മനസ്സിലൊന്ന് ഓർത്താൽ മതി. ELCB ഓട്ടോമാറ്റിക്കലി ഓഫ് അല്ലെങ്കിൽ ബ്രേക്ക് ദ സർക്യൂട്ട് whenever a leakage due to insulation failure and protect person who touches the circuit. ഓക്കെ, നമ്മുടെ മനസ്സിലായിട്ട് ആ ചിന്ത വരിക. ഈ കാര്യങ്ങള് നമ്മളൊന്ന് കാര്യങ്ങൾ ബൈഹാർട്ട് ചെയ്യരുത്. ഇതൊക്കെ ഫിസിക്സ് ഒരിക്കലും ബൈഹാർട്ട് ചെയ്യേണ്ട, നമ്മുടെ നിത്യജീവിതത്തിൽ എപ്പോഴും റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് കേട്ടോ. ഓക്കെ, അതുപോലെ ഈ QR കോഡൊക്കെ സ്കാൻ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത വീഡിയോസ് കാണാം. അടുത്ത നമ്മുടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഓർഡിനറി ഫ്യൂസ് ആൻഡ് MCB? ഓർഡിനറി ഫ്യൂസും MCB നമ്മളുടെ ഡിഫറൻസ്, മെയിൻ ഡിഫറൻസ് ഇതാ കേട്ടോ. ഇതെങ്കിലും പഠിക്കുക. നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിലാണ് ഞാൻ പറയുന്നത്. ഓർഡിനറി ഫ്യൂസ് വർക്ക്സ് മേക്കിംഗ് യൂസ് ഓഫ് ഹീറ്റിംഗ് എഫക്ട് ഓഫ് ഇലക്ട്രിസിറ്റി, ബട്ട് MCB വർക്ക്സ് മേക്കിംഗ് യൂസ് ഓഫ് ഹീറ്റിംഗ് ആൻഡ് മാഗ്നറ്റിക് എഫക്ട്സ് കേട്ടോ. ഹീറ്റിംഗ് ആൻഡ് മാഗ്നറ്റിക് എഫക്ട്. അതുപോലെ ഇതൊക്കെ നമുക്ക് എഴുതാം. MCB ഓട്ടോമാറ്റിക്കലി ബ്രേക്സ് ദ സർക്യൂട്ട് whenever there is an excess flow of current due to short circuit. ഓട്ടോമാറ്റിക്കലി ബ്രേക്ക്, അതൊക്കെ നമുക്ക് ഇതിന്റെ കൂടെ എഴുതാം. ഇനി നെക്സ്റ്റ്, വാട്ട് ഈസ് അഡ്വാൻറ്റേജസ് ഓഫ് MCB ഓവർ സേഫ്റ്റി ഫ്യൂസ്? ഏതായിരിക്കും? നമുക്കറിയാം, ചെറിയൊരു എക്സസ് കറണ്ട് വന്നു കഴിഞ്ഞാൽ MCB തനിയെ സ്വിച്ച് ഓഫ് ആയി പോകും കേട്ടോ. MCB ഈസ് മോർ സെൻസിറ്റീവ്, വളരെ സെൻസിറ്റീവ് ആണ് ദാൻ ഫ്യൂസ്. ഫ്യൂസിനേക്കാളും കറണ്ടിനോട് സെൻസിറ്റീവ് ആണ് ഏത്? MCB കേട്ടോ. ഇൻ കേസ് ഓഫ് MCB, ദ faulty zone of electric circuit can be easily identified. ഏതിനാണോ ഫോൾട്ട് അല്ലെങ്കിൽ മിസ്റ്റേക്ക് ഉള്ളത്, ആ സോൺ, കംപ്ലൈന്റ് ഉള്ള സോൺ, അല്ലെങ്കിൽ എവിടെയാണോ ഈ ഏത് ഉപകരണം കൊണ്ടാണ് എക്സസ് കറണ്ട് വരുന്നത് നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ വേണ്ടി സാധിക്കും. കാരണം ഓരോ സെക്ഷനിലോട്ടുള്ള MCB ഓഫ് ആയി പോകുന്നതനുസരിച്ച് ഏത് ആ സോൺ, ആ ഏരിയ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. അതും കൂടെ എഴുതാം കേട്ടോ. MCB ഇൻ കേസ് ഓഫ് MCBയുടെ കേസിലാണ് ദ ഫോൾട്ടി സോൺ, അതായത് കംപ്ലൈന്റ് ഉള്ള സോണ് ഓഫ് ഇലക്ട്രിക് സർക്യൂട്ടിലെ കംപ്ലൈന്റ് ഉള്ള സോൺ പെട്ടെന്ന് തിരിച്ചറിയാൻ വേണ്ടി, ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി നമുക്ക് ഇപ്പൊ ഇത് രണ്ടും അതിന്റെ അഡ്വാൻറ്റേജ് ആണ്. പിന്നെ നമുക്ക് എക്സസ് കൂടുതലായിട്ട് അറിയാം. MCB ഈസ് റീയൂസബിൾ ആൻഡ് ലെസ് മെയിൻ്റെനൻസ് കേട്ടോ. ഇതൊക്കെ നമുക്ക് കൂടുതൽ പഠിച്ചു വെച്ചാൽ നമുക്ക് ഏതെങ്കിലും മറന്നുപോയാൽ ബാക്കിയുള്ളവർ ഒപ്പിക്കാലോ അല്ലെ. ഇപ്പൊ നിങ്ങൾ പെട്ടെന്ന് ഫാൾട്ടി സോണിന്റെ കാര്യം മറന്നുപോയെങ്കിലും പേടിക്കേണ്ടതാ. MCB ഈസ് റീയൂസബിൾ ആൻഡ് ലെസ് മെയിൻ്റെനൻസ്, അത് ഓർത്ത് എഴുതിയാൽ മതി. അതിന്റെ റീപ്ലേസ്മെന്റ് കോസ്റ്റ് വളരെ കുറവാണ്. അപ്പൊ ഈ നമ്മൾ കൂടുതൽ പഠിച്ചു കഴിഞ്ഞാൽ അതാണ് മെച്ചം. നമ്മൾ ഏതെങ്കിലും ഒരു പോയിന്റ് മറന്നുപോയാലും നമുക്ക് 2 പോയിന്റ് തീർച്ചയായിട്ടും എഴുതാൻ പറ്റും. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് ELCB ഓർ RCCB ഇൻ ദ സർക്യൂട്ട്? ഇതാ, ELCB ഹെൽപ്സ് ടു ബ്രേക്ക് ദ സർക്യൂട്ട് ഓട്ടോമാറ്റിക്കലി whenever there is a current leak due to insulation failure or any other reason. Hence, a person touching the electric circuit or a device does not get an electric shock. നമ്മൾ നേരത്തെ ഇവിടെ പഠിച്ച അതേ പോയിന്റ് കേട്ടോ. ELCB ഹെൽപ്സ് ടു, നിങ്ങൾ ഇത് വായിച്ചാലും മതി കേട്ടോ. ഓക്കെ, ഈ പോയിന്റ് ഇവിടം തൊട്ട് ഇവിടം വരെ ഇതാണ് ELCBയുടെ ഫങ്ഷൻ കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് 3 പിൻ പ്ലഗ് ആൻഡ് എർത്തിങ്. പല കുട്ടികൾക്കും വിക്ടേഴ്സ് ചാനലിലെ ക്ലാസ്സിൽ ഇത് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നിയിട്ടുണ്ടാകും, പ്രത്യേകിച്ച് ഈ സെക്ഷൻ വരുമ്പം. ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു തരാം. In order to ensure safety, 3 pin plugs are used in certain appliances. In the figure, which are the lines that are connected to the coil of the electric and
ഏതൊക്കെയാണ് കോയിലുമായി അപ്ലയൻസുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്? കോയിലുമായിട്ട് കണക്ട് ചെയ്തത് ഫേസ് ന്യൂട്രലും അല്ലെ. പിന്നെ അതിന്റെ മെറ്റാലിക് കേസ് ബോഡിയുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത് എർത്താണ്. ഇവിടെ നമുക്ക് എഴുതാം എർത്ത്. ഏതൊക്കെയാണ്? എർത്ത്, ഫേസ്, ന്യൂട്രൽ. ഇവിടെ കൊടുത്തിട്ടുണ്ട് എർത്ത്, ഫേസ്, ന്യൂട്രൽ. ഇഫ് ദ ഫേസ് ലൈൻ ബിക്കംസ് കോണ്ടാക്ട് ദ ബോഡി ദ പ്ലെയിൻസ് ഡ്യൂ ടു ദ ഡിഫക്ട്സ് ഓഫ് ഇൻസുലേഷൻ വാട്ട് ഹാപ്പൻസ് ദ പേഴ്സൺ ടച്ചസ് ദ ബോഡി. അതായത് ഇത് കണ്ടോ, ഈ ഗ്രീൻ ഫേസ് ലൈന് ഇവിടെ ടച്ച് ചെയ്തെന്ന് വിചാരിച്ചു. ഇൻസുലേഷൻ തകരാറായിട്ട് ഫേസ് ലൈൻ ഈ മെറ്റാലിക് ബോഡി ടച്ച് ചെയ്താൽ ഈ ഇലക്ട്രിക് ലൈനിന്റെ നമുക്കറിയാം കറണ്ടിന്റെ തേപ്പൂട്ടിയുടെ അടിയിലൊക്കെ നമ്മൾ തൊടാറുണ്ട്, ചൂടായോ നോക്കാറുണ്ട് അല്ലെ. പക്ഷെ ഇങ്ങനെ ഒരു ഇൻസുലേഷൻ തകരാറ് ഉണ്ടായിട്ട് ഈ മെറ്റൽ കേസിൽ ടച്ച് ചെയ്താൽ തൊടുന്ന ആൾക്ക് ഷോക്ക് കേൾക്കാനുള്ള സാധ്യതയുണ്ട് അല്ലെ. അപ്പൊ ദ പേഴ്സൺ വിൽ ഗെറ്റ് എ ഷോക്ക്. ഓക്കെ, ഹൗ ക്യാൻ സേഫ്റ്റി ബി എൻഷുർഡ് യൂസിങ് 3-pin പ്ലഗ്? എങ്ങനെയാണ് ഈ എർത്ത് പിൻ അല്ലെങ്കിൽ 3-pin പ്ലഗ് കൂടുതൽ സേഫ്റ്റി നമുക്ക് ഉണ്ടാക്കി തരുന്നത് നോക്കാം. ഇതാണ് ഇഫ്, ഇവിടെ മുതലാണ് നമ്മുടെ പോയിന്റ്. ഇവിടെ പോയി if all the body comes into contact with an electric connection, okay, electricity flow to the earth through the earth wire. Okay, ഇതാണ് ഇത്രയാണ്. ഹൗ ക്യാൻ സേഫ്റ്റി ബി എൻഷുർഡ് യൂസിങ് 3-pin പ്ലഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമുള്ള പോയിന്റ് ഇതാണ്. If all the body comes into contact with an electric connection, electricity flow to the earth through the earth wire. അത്ര എഴുതിയാൽ മതി. ഇത്രയേ ഉള്ളൂ സംഭവം. ഈ ഫേസ് ലൈൻ മെറ്റാലിക് ബോഡിയായിട്ട് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇലക്ട്രിസിറ്റി എക്സസ് ആയിട്ട് വരുന്ന ചാർജ് എർത്ത് പിൻ വഴി എർത്തിലേക്ക് ഉണ്ടോ, ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഫ്ലോസ് ടു എർത്ത് ത്രൂ എർത്ത് വയർ. അങ്ങനെ നമുക്ക് എന്തെഴുതാം? ആസ് എ റിസൾട്ട് ദിസ് എൻഷുവർ സേഫ്റ്റി ഓഫ് ദ ഇൻസ്ട്രുമെന്റൽ ആൻഡ് പേഴ്സൺ ഹാൻഡ്ലിംഗ് ഇറ്റ്. ഇനി ഇതിന്റെ ഇടയ്ക്ക് വരുന്ന ഒരു ഭാഗമാണ് പല കുട്ടികൾക്കും അത്ര കൃത്യമായിട്ട് മനസ്സിലാകാത്തത്. സംഭവത്തിലുള്ള എർത്ത് പിന്നിന് വണ്ണം കൂടുതലാണ് അല്ലെ. നിങ്ങൾ ഇവിടെ കാണാം, എർത്ത് പിന്നിന് വണ്ണം കൂടുതലാണ്. പിന്റെ ചിത്രം കൊടുത്തിട്ടില്ല, അപ്പം നിങ്ങൾക്കത് അറിയാം, ഏറ്റവും വണ്ണവും നീളവും കൂടുതലുള്ളതാണ്. അപ്പൊ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഈ ഫ്ലോ ഓഫ് കറന്റ് ത്രൂ ദ എർത്ത് ഓഫ് എ സർക്യൂട്ട് ലോ വണ്ണം കൂടുമ്പോൾ റെസിസ്റ്റൻസ് കുറവാണ് അല്ലെ. അങ്ങനെയാകുമ്പോൾ അവിടെ കറണ്ട് കൂടുന്നു, കറണ്ട് കൂടുമ്പോൾ സർക്യൂട്ടിൽ ഹീറ്റ് കൂടുന്നു, അങ്ങനെ ഫ്യൂസ് വയർ മെൽറ്റ് ആകുന്നു. അപ്പൊ അത് ചിലപ്പം നിങ്ങൾക്ക് എഴുതുമ്പോൾ കിട്ടണമെന്നില്ല. അതുകൊണ്ട് നിങ്ങൾ ഇത്രയെങ്കിലും എഴുതുക. ഹൗ സേഫ്റ്റി ബി എൻഷുർഡ് യൂസിങ് 3-pin പ്ലഗ് എന്ന് എഴുതിയാൽ ഇത്ര എഴുതുക. ദ ബോഡി കംസ് ഇൻ കോണ്ടാക്ട് വിത്ത് ദ ഇലക്ട്രിക് കണക്ഷൻ. അതായത് ബോഡി എന്ന് പറഞ്ഞാൽ ആ കേസ് ഞാൻ പറഞ്ഞല്ലോ, മറ്റേ ഇലക്ട്രിക് ആയതിന്റെ ആ മെറ്റൽ പാർട്ട് കോണ്ടാക്ട് ഇലക്ട്രിസിറ്റി ആയിട്ട്, അതായത് ഫേസ് ലൈനുമായിട്ട് കണക്ട് ആയാൽ ഇലക്ട്രിസിറ്റി ഫ്ലോസ് ടു ദ എർത്ത് ത്രൂ ദ എർത്ത് ലൈൻ, ഭൂമിയിലേക്ക് ഒഴുകി പോകുന്നു കേട്ടോ. ഇത്രയെങ്കിലും നിങ്ങൾ പഠിക്കുക. ബാക്കിയുള്ളതിനെ കുറിച്ച് നിങ്ങൾ ബോധേടാവേണ്ട ആവശ്യമില്ല. എന്നിട്ട് എഴുതുക ദിസ് എൻഷുർ സേഫ്റ്റി ഓഫ് ദ ഇൻസ്ട്രുമെന്റ് ആൻഡ് പേഴ്സൺ ഹാൻഡ്ലിംഗ്. ക്ലിയർ അല്ലേ? നെക്സ്റ്റ്, വിച്ച് ലൈൻസ് കംസ് ഇൻ കോണ്ടാക്ട് വിത്ത് ദ പിൻ ഇ? ആയിട്ട് വരുന്ന ലൈൻ എർത്ത് ലൈൻ. ഹൗ ഡസ് എർത്ത് പിൻ ഡിഫർ ഫ്രം അതർ പിൻ? മോർ ലെങ്ത്, മോർ തിക്നെസ് കേട്ടോ. ഇവിടെ മോർ ലെങ്ത്, ഇവിടെ തിക്നെസ്, മോർ തിക്നെസ് എഴുതണം. വൈ ഈസ് ഇറ്റ് മെയ്ഡ് ഡിഫറെന്റ് ഇൻ ദിസ് വേ? ഫസ്റ്റ് ഇൻ ആൻഡ് ലാസ്റ്റ് ഔട്ട്. ആദ്യം സോക്കറ്റിലേക്ക് ടച്ച് ചെയ്യുകയും ചെയ്യുന്നു, ഏറ്റവും അവസാനം അത് തിരിച്ച് അതാണ് കണക്ഷൻ ഏറ്റവും ലാസ്റ്റ് വരുന്നത്. ബ്രേക്ക് ഔട്ട് ആണ് കേട്ടോ. അപ്പൊ ഇത് ഇവിടെ വിശദീകരിച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കുറച്ചുകൂടെ സിമ്പിൾ ആകാൻ വേണ്ടിയാണ് ഞാൻ ഇത് ഇവിടെ ഇങ്ങനെ എഴുതിയത്. ഇത് എഴുതിയാൽ മതി. നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ചോദ്യത്തിന് ഈ ഉത്തരം എഴുതിയാൽ മതി. അതാ ഹൗ ഡസ് എർത്ത് പിൻ ഡിഫർ ഫ്രം അതർ പിൻ? മോർ ലെങ്ത്, മോർ തിക്നെസ്. ഇവിടെ തിക്നെസിന്റെ ഇവിടെ മോർന്നും കൂടെ കൂട്ടിച്ചേർക്കണേ. എന്നിട്ട് വൈ ഈസ് ദ മെയ്ഡ് ഡിഫറെന്റ് ഇൻ ദിസ് വേ? എന്തുകൊണ്ടാണ് അങ്ങനെ മോർ ലെങ്ത്, മോർ തിക്നെസ്? മോർ ലെങ്തിന് നേരെ എന്തെഴുതാം? ഫസ്റ്റ് ഇൻ ആൻഡ് ലാസ്റ്റ് ഔട്ട്. ഓക്കെ, സോക്കറ്റിലേക്ക് ആദ്യവും അവസാനവും വരുന്നത് പോകുന്നത്. ഓക്കെ, തിക്നെസ് എന്തിനാണ് കൂടുതൽ വണ്ണം? ടു ക്രിയേറ്റ് എ പാത്ത് ഓഫ് ലോ റെസിസ്റ്റൻസ്. അപ്പൊ തിക്നെസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഇൻക്രീസസ്, റെസിസ്റ്റൻസ് ഡിക്രീസസ് അല്ലെ.
അപ്പം ലോ റെസിസ്റ്റൻസ് ആകാൻ വേണ്ടിയാണ്. ഇത് രണ്ടും ശ്രദ്ധിക്കുക. അത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സിൻസ് ദ ലെങ്ത് ഈസ് മോർ വെൻ 3-pin പ്ലഗ് ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ സോക്കറ്റ് ദ എർത്ത് പിൻ കംസ് ഇൻ കോൺടാക്ട് വിത്ത് ദ സർക്യൂട്ട് ഫസ്റ്റ്. അതാണ് ഞാൻ ഇവിടെ ഫസ്റ്റ് ഇൻ എഴുതിയിരിക്കുന്നത് കേട്ടോ. ദെൻ അതുപോലെ തന്നെ when the 3-pin is pulled out the socket earth pin will be the last to break the contact. അതാണ് ഞാൻ ലാസ്റ്റ് ഔട്ട് എന്ന് എഴുതിയിരിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ ഈ ഒറ്റ സെന്റൻസിൽ നമുക്ക് കാര്യം പിടി കിട്ടി. ഫസ്റ്റ് ഇൻ ആൻഡ് ലാസ്റ്റ് ഔട്ട്. മോർ ലെങ്ത് കൊണ്ട്. തിക്നെസ് എന്താണ് ഇത് അവിടെ എഴുതിയിട്ടുണ്ട്. സിൻസ് ദ തിക്ക് ഓഫ് കോപ്പർ വയർ ഈസ് യൂസ്ഡ് ദ എർത്ത് വയർ തിക്ക് കോപ്പർ വയർ യൂസ് ദ പാത്ത് ഓഫ് ലോ റെസിസ്റ്റൻസ് ഈസ് ക്രിയേറ്റഡ്. അതാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. എർത്ത് ലൈൻ എന്ത് ചെയ്യും ടു ക്രിയേറ്റ് എ പാത്ത് ഓഫ് ലോ റെസിസ്റ്റൻസ്. ഇത്രയും പഠിച്ചാൽ ഓക്കെ ആയി. അതുപോലെ ഈ സേഫ്റ്റിയുടെ കാര്യം ഇത്രയും പഠിച്ചാൽ ഓക്കെ ആയി കേട്ടോ. വിച്ച് പാർട്ട് ഓഫ് ദ ഇൻസ്ട്രുമെന്റ് ഈസ് കണക്റ്റഡ് ടു ദ എർത്ത് ലൈൻ. ഏത് പാർട്ട് ആയിരിക്കും ഇൻസ്ട്രുമെന്റ്? ദ എർത്ത് ലൈൻ ഈസ് കണക്റ്റഡ് ടു ദ മെറ്റാലിക് കേസിംഗ്. ഇപ്പം ഫ്രിഡ്ജ് ആണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ കറണ്ട് ഡി സി ഇലക്ട്രിക് അയൺ ആണെങ്കിലും ഒക്കെ ഇതുപോലെയാണ് കേട്ടോ. മെറ്റാലിക് കേസ് മറന്നുപോലെ. ദ ഇലക്ട്രിസിറ്റി വി ഗെറ്റ് ഇൻ അവർ ഹോം എ സി. എ സി ആണ് നമ്മുടെ വീട്ടിൽ വരുന്നത് അല്ലെ, 230 വോൾട്ട് എ സി. ബട്ട് മെനി ഡിവൈസ് ആർ വർക്കിംഗ് ഓൺ ഡി സി. ഒത്തിരി ഉപകരണങ്ങൾ ഡി സിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ, കമ്പ്യൂട്ടർ അല്ലെ, ലാപ്ടോപ്പ് പോലുള്ള ഉപകരണങ്ങൾ, അതുപോലെ തന്നെ മൊബൈൽ ഫോൺ, എമർജൻസി ലൈറ്റ്, നമ്മുടെ കാൽക്കുലേറ്റർ, ഇതൊക്കെ ഡി സിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, വി ഗെറ്റ് ഡി സി ഫ്രം മൊബൈൽ ഫോൺ ബാറ്ററി. അപ്പൊ മൊബൈൽ ഫോൺ ബാറ്ററി എന്ത് ചെയ്യുന്ന ചാർജറാണ്. ഓക്കെ, ബാറ്ററി. ഓക്കെ, ബാറ്ററിയിൽ നമ്മൾ ചാർജ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് അല്ലെ, ചാർജർ ഉപയോഗിക്കുന്നുണ്ട് ബാറ്ററി ചാർജ് ചെയ്യാൻ. അപ്പൊ ബാറ്ററിയിൽ നിന്ന് വരുന്ന ഡി സി ആണ്. ഓക്കെ, ബട്ട് വി യൂസ് എ സി ഫോർ ചാർജിങ് ഇറ്റ്. നമ്മൾ എ സി ആണ് ചാർജ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. വാട്ട് മേ ബി ദ റീസൺ? ഓക്കെ, മോസ്റ്റ് ഓഫ് ദ ഡിവൈസ് ദാറ്റ് വർക്ക്സ് ഓൺലി ഓൺ ഡി സി വർക്ക്സ് ബൈ കൺവേർട്ടിംഗ് എ സി ഇൻ ടു ഡി സി. അപ്പൊ കൂടുതൽ ഉപകരണങ്ങളും എല്ലാ ഉപകരണങ്ങളിലേക്കും വരുന്നത് എ സി ആണ്. പക്ഷെ ഉപകരണങ്ങളിൽ തന്നെ എ സിയെ ഡി സി ആക്കാൻ വേണ്ടിയുള്ള റെക്ടിഫയർ എന്ന് പറഞ്ഞ ഒരു ഡിവൈസ് ഉണ്ട് കേട്ടോ. അപ്പൊ അത് മറക്കരുത്. മൊബൈൽ ചാർജർ ഈസ് എ ഡിവൈസ് ദാറ്റ് കൺവേർട്ട് എ സി ടു ഡി സി. ഇതിന്റെ ഇടയ്ക്ക് ഞാൻ നിങ്ങൾക്കൊരു ചെറിയ കാര്യം, അത് നമ്മളിവിടെ പറഞ്ഞ കാര്യം തന്നെയാണ്. ലോങ്ങർ ദാൻ, അതായത് ഈ നമ്മുടെ എർത്ത് പിൻ ലോങ്ങർ ദാൻ other 2 pins because when we insert the plug earth pin will first come in contact with the power supply. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ് അല്ലേ, ഇത് ഞാൻ നേരത്തെ പറഞ്ഞത് നമുക്ക് ഇതിന്റെ ആവശ്യമില്ല, കാരണം നമ്മൾ ഇവിടെ കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് ഇത്. ഓക്കെ, അപ്പൊ നമ്മൾ പറയുന്നത് ഇപ്പം മൊബൈൽ ചാർജർ ഈസ് എ ഡിവൈസ് ദാറ്റ് കൺവേർട്സ് എ സി ഇൻ ടു ഡി സി. മൊബൈൽ ചാർജർ അല്ല, മൊബൈൽ ചാർജറിലുള്ള റെക്ടിഫയർ ആണ് എ സിയെ ഡി സി ആക്കി മാറ്റുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ക്ലാസിഫൈ ദ ഡിവൈസ് നോൺ യു ആസ് വർക്കിംഗ് എ സി ആൻഡ് ഡി സി. എ സിയിൽ വർക്ക് ചെയ്യുന്ന ഉപകരണങ്ങൾ നോക്കിയേ, മോട്ടറുള്ള ഒരുമാതിരിപ്പെട്ട ഉപകരണങ്ങളെല്ലാം എ സിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഫാന്, മോട്ടർ, വാഷിംഗ് മെഷീന്, മിക്സർ, ഗ്രൈൻഡർ, ഇതെല്ലാം എ സിയിലാണ് കേട്ടോ. അതേസമയം ഡി സിയിൽ വർക്ക് ചെയ്യുന്നതാണ് കാൽക്കുലേറ്റർ, മൊബൈൽ ഫോൺ, ടോർച്ച് ലൈറ്റ്, ടി വി. കഴിഞ്ഞ ദിവസം വിക്ടേഴ്സ് ചാനൽ ക്ലാസ് നിങ്ങൾ കണ്ടില്ലേ, ടി വിയിൽ റെക്ടിഫയർ ഉണ്ട്. നമ്മൾ കാണുമ്പോൾ അവർക്ക് എ സി ആണ് വരുന്നത്, പക്ഷെ എ സിയെ ഡി സി ആക്കി മാറ്റുന്ന റെക്ടിഫയർ ടി വിക്ക് ഉണ്ട്. അതുപോലെ പ്രധാനമായിട്ടും എ സിയിൽ വർക്ക് ചെയ്യുന്ന ചിലേനം ടി വികളും ഉണ്ട് കേട്ടോ. നമ്മുടെ സാധാരണ LED ടി വികളൊക്കെ ഇപ്പം ഡി സിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ്. ഇനിയും അടുത്തത് ആർ ദ ഡിവൈസ് വർക്കിംഗ് ബോത്ത് എ സി ആൻഡ് ഡി സി. എ സിയിലും ഡി സിയിലും വർക്ക് ചെയ്യുന്ന ചില ഉപകരണങ്ങളുണ്ട്. അപ്പം ബാക്കിയുള്ള റെക്ടിഫയർ ഈസ് എ ഡിവൈസ് കണ്ടോ, റെക്ടിഫയർ ഈസ് എ ഡിവൈസ് ദാറ്റ് കൺവേർട്ട് എ സി ഇൻ ടു ഡി സി. നമ്മളത് വളരെ പ്രധാനപ്പെട്ടതാണ്, അത് ഇനി പഠിക്കുന്നുണ്ട്. ഇനിയും ഇത് വൈൻഡപ്പ് ചെയ്യാറായി ചാപ്റ്റർ. തൽക്കാലം ഒരു സെക്ഷനും കൂടെ ഞാൻ എടുക്കാം അടുത്ത വീഡിയോ ക്ലാസ്സിൽ. എല്ലാ കുട്ടികളും നന്നായിട്ട് വായിക്കുക. ഈ ഭാഗം കുറച്ച് തിയറിയാണ്, ലേശം കൺഫ്യൂഷനുള്ള മേഖലയാണ്. ഇപ്പം വീഡിയോ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്ത് കണ്ടാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും. ഓക്കെ, താങ്ക് യു.